കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. സൂപ്പർ ജിന്ദഗി. ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്. ടൈറ്റിൽ കാർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും സിനിമയുടെ ഒരു നിലവാരം. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. നല്ല കൂറ 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 ടൈറ്റിൽ കാർഡ്. അടിപൊളി. ഇങ്ങോട്ട് വന്നത് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? സിദ്ധു എന്നാണ് നമ്മുടെ നായക കഥാപാത്രത്തിന്റെ പേര്. നല്ല പേര്. നിലത്ത് കിടക്കുന്ന പത്രം കുനിഞ്ഞെടുക്കാൻ വയ്യാത്തോണ്ട് കാല് കൊണ്ടെടുത്തിട്ട് വായിക്കുന്ന ആളാണ് സിദ്ധു. അപ്പൊ എന്തോ എങ്ങനെ തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കൂച്ചിട്ടുണ്ട്. സിദ്ധുവിന്റെ കാമുകിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാർവതി നായർ. എന്തിനോ വേണ്ടി തെളിക്കുന്ന സാമ്പാർ, ഒരു കാര്യമില്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. മുകേഷ് ഏട്ടന്റെ എൻട്രി. പുള്ളി ആസ് യൂഷ്വൽ പുള്ളിയുടെ സ്വതസിദ്ധമായ നൈസർഗികമായ ശൈലിയിൽ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ കൊള്ളായിരുന്നു. പുള്ളി നല്ല ടൈമിംഗ് ആണല്ലോ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പിന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. മറ്റാരുമല്ല, കലേഷ് രാമാനന്ദ്. കലേഷ് രാമാനന്ദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിയില്ല, അത് മറ്റാരുമല്ല സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. നമ്മുടെ സെൽവൻ. ധ്യാൻ്റെ ക്യാരക്ടർ സിദ്ധു ഭയങ്കര മടിയനാണെങ്കിൽ ഇതിൽ ധ്യാനിന് കുറച്ച് ഓടേണ്ട വന്നിട്ടുണ്ട്. ധ്യാൻ ഇങ്ങനെ ഓടണുണ്ട് കാട്ടിക്കൂടെയും മേട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ. ക്ലൈമാക്സ് ഫൈറ്റ്, അതിൽ ധ്യാനും മുകേഷ് ഏട്ടനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയ ഫൈറ്റ്. പുലിമുരുകൻ ഫ്രം നാപ്റ്റോൾ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പുലിമുരുകനിലെ പോലെ ഫൈറ്റാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ആരൊക്കെയോ കുറെ കരിയിലെയും ചപ്പൊക്കെ വാരി എറിയുന്നുണ്ട് സൈഡിൽ നിന്ന്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അങ്ങനെ ഒരു കച്ചറ പരിപാടിയാണ്. സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല, സ്റ്റോറി പറഞ്ഞിട്ടും കാര്യമില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ ഒരു സിനിമ, യെറ്റ് അനദർ ഫ്രൈഡേ ബംബ്ലാസ്റ്റ് ഫോർ ധ്യാൻ. അതാണ് നമ്മുടെ സൂപ്പർ ജിന്ദഗി. പന്തല് പണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.